Hi, dear students. Hope you all are preparing well for the examination. In this video, I would like to give some instructions regarding the examination, the format of the question paper, the type of the questions that will come for the examination and all. Okay, watch the video and study well. Dear students, this is the format of the question paper. There will be 4 sessions. Section A, Section B, Section C, Section D. Section A consists of reading passages. 2 passages will be there and you have to answer the questions based on that passage. Total marks 40. Then section B is writing part. In writing part, you can expect questions like write a short note on television, or write about your favorite game, write about your best friend, or write about your favorite food item. You can expect such questions. You have to write at least 8 sentence or 10 sentence based on that topic. Then section C, grammar portions from the textbook. We learned common noun, proper noun, countable noun, uncountable noun, then abstract noun, collective noun, use of much or many, then what possessive pronouns. It means hers, theirs, ours, ഇങ്ങനെയുള്ള pronouns ഒക്കെ പഠിച്ചിട്ടുണ്ട്. Like that, such grammar portions will be there for the exam. Then last part is in the last part there will be questions from the textbook, reader text from the chapters. So let's discuss the grammar part. What all things will come for the examination from the grammar part and all those things in a quick way. First chapter. Read the chapter very well. Then in this chapter you can common nouns, proper nouns, learn these things. What is a common noun? Examples for common nouns. In a sentence will be given. In that sentence, highlighted word will be there. You have to identify which is that noun. ഒരു സെൻറ്റൻസിൽ ഒരു ഹൈലൈറ്റഡ് വേർഡ് തരും. ഇപ്പോൾ ഇത് പുട്ട ആൻഡ് പുട്ടിയ ട്വിൻസ് എന്ന് പറഞ്ഞതിൽ പുട്ട കുറച്ചും കൂടെ ഡാർക്കൻ ചെയ്ത് തരും. അപ്പം ഈ ഡാർക്കൻ ചെയ്ത് തന്ന വേർഡ് നൗണ് ഏത് നൗണാണ്? കോമൺ നൗണാണോ, പ്രോപ്പർ നൗണാണോ, അങ്ങനെയൊക്കെ ചോദിക്കാം. നെക്സ്റ്റ് കളക്റ്റീവ് നൗൺസ്. ഈ കളക്റ്റീവ് നൗൺസ് ലേൺ ദീസ് കളക്റ്റീവ് നൗൺസ്: ബഞ്ച്, പ്രൈഡ്, ക്ലാസ്, ഹേർഡ്, ഒക്കെ ലിറ്റർ. ദെൻ അബ്സ്ട്രാക്ട് നൗൺസ്. നമുക്ക് ടച്ച് ചെയ്യാനും പിന്നെ ടേസ്റ്റ് ചെയ്യാനോ ഹിയർ ചെയ്യാനോ സ്മെൽ ചെയ്യാനോ ഒന്നും പറ്റാത്ത നൗൺസാണ് അബ്സ്ട്രാക്ട് നൗൺസ്. ഓക്കെ. ദെൻ ദ ടർക്കിഷ് ക്യാപ്. റീഡ് ദ ചാപ്റ്റർ വെൽ ആൻഡ് ദ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഓൾസോ. ദെൻ ഹിയർ ആർട്ടിക്കിൾസ്. യൂസ് ഓഫ് എ ആൻഡ് ദ. എയും ആനും സിംഗുലർ നൗൺസിൻ്റെ മുന്നേ വരുള്ളൂ. ആന് വവൽ സൗണ്ട്സിൻ്റെ മുന്നെയാണ് വരിക. എ, ഇ, ഐ, ഒ, യു എന്ന സൗണ്ട്സിൻ്റെ മുന്നെയാണ് ആന് വരിക. ആൻഡ് എ കംസ് ബിഫോർ സിംഗുലർ നൗൺസ്. പിന്നെ ദ എന്നുള്ളത് പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയും അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെസിഫൈ ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദ യൂസ് ചെയ്യുക. ഓക്കെ. യൂസ്ഡ് ഫോർ സ്റ്റേറ്റിംഗ് ഫാക്ട്സ്. ദെൻ മച്ച്, മെനി. മച്ച് എന്നുള്ളത് അൺകൗണ്ടബിൾ നൗൺസിൻ്റെ കൂടെയാണ്. മെനി എന്നുള്ളത് കൗണ്ടബിൾ നൗൺസ്. അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുമ്പോൾ വാട്ടർ ഈസ് അൺകൗണ്ടബിൾ. വി കാൺ കൗണ്ട് ഇറ്റ്. മച്ച് വാട്ടർ, മച്ച് ജ്യൂസ്, ലൈക്ക് ദാറ്റ്. ദെൻ ഗോയിങ് ഡൗൺ ഹിൽ. റീഡ് ദിസ് പോം വെൽ. പിന്നെ സബ്ജക്റ്റ് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റിക്ക് 5 മാർക്സ് തരണം. 5 മാർക്സ് ആക്ടിവിറ്റിക്കാണ്. മിസ് ഗോയിങ് ഡൗൺ ഹിൽ അല്ലെങ്കിൽ ഇഫ് യു കാൺ ഗോ ഓവർ ഓർ അണ്ടർ എന്നുള്ള ഈ 2 പോയം ഏതെങ്കിലും ഒന്ന് വായിക്കാൻ പറയും. ഓറൽ ടൈമിൽ, ഓറൽ ടെസ്റ്റ് നടത്തുന്ന സമയത്ത് നന്നായിട്ട് വായിച്ച് പഠിക്കുക. 5 മാർക്സ് ഇതിനുള്ളതാണ് കേട്ടോ. ദെൻ ഇൻ ദിസ് ചാപ്റ്റർ ഓൾസോ adventures in the Andamans. You have to learn this. It is, look, Rita bought this bag. Rita ആണ് സബ്ജക്റ്റ്.
അപ്പം ഇറ്റ് ഈസ് ഹേഴ്സ്, ഇത് അവളുടേതാണ് എന്ന് പറയുമ്പം നമ്മൾ യൂസ് ചെയ്യുക ഹേഴ്സ് എന്നാണ്, HERS. ഹെർ എന്ന് പറഞ്ഞാൽ അവൾ എന്നേ ഉള്ളൂ. ഐ ആം ഹെഡിങ് ടു ദ മാർക്കറ്റ് നൗ. ഐ ആം ഹെഡിങ് ടു ദ മാർക്കറ്റ്. ആം വന്നാൽ ഇവിടെ ഐയെ യൂസ് ചെയ്യുള്ളൂ. ഡു യു വാണ്ട് ടു ജോയിൻ മീ എന്നാണ് കേട്ടോ. ഐ കാൺ ഫൈൻഡ് മൈ പെൻസിൽ, ഹാവ് യു സീൻ ഇറ്റ്, അത് കണ്ടോ, എനിവെയർ. ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ എന്നാണ് മീനിങ്. ഇറ്റ് അത്. ഡിഡ് യു ലൂസ് യുവർ ക്യാപ്പ്, ഇറ്റ് ഈസ് ദിസ് ക്യാപ്പ് യുവേഴ്സ്, ഇത് നിൻ്റേതാണോ, ഈസ് ദിസ് ക്യാപ്പ് യുവേഴ്സ്. ദെൻ ഹിസ് ഫോൺ ഈസ് വർക്കിംഗ് ബട്ട് മൈൻ, എൻ്റേത്. എൻ്റേത് എന്ന് പറഞ്ഞാൽ മൈൻ, യുവേഴ്സ് എന്ന് പറഞ്ഞാൽ നിൻ്റേത്, ദേഴ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റേത്, ഹേഴ്സ് എന്ന് പറഞ്ഞാൽ അവളുടേത്, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റേത്. ഗോട്ട് ഇറ്റ്. ദെൻ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. അടുത്ത് ഒന്നാണെങ്കിൽ ദിസ്, അടുത്ത് കുറേ എണ്ണുണ്ടെങ്കിൽ ദീസ്, ദൂരത്ത് ഒന്നാണെങ്കിൽ ദാറ്റ്, ദൂരത്ത് കുറേ എണ്ണുണ്ടെങ്കിൽ ദോസ്. ഓക്കെ. ദെൻ this is compound words. Compound words, read those things. Then read this chapter well if you can't go over or under, and the question answers are very very important. You have to study the question answers. What is the baby mole trying to do? What is the advice given by the grandfather, grandpa's advice? Okay, you have to learn that. If you can't go over or under, go around. നേരെയോ മേലെക്കൂടെയോ നേരെ ഒന്നും പോകാൻ പറ്റുന്നില്ലെങ്കിൽ യു ഗോ എറൗണ്ട്, നിങ്ങൾ വളഞ്ഞങ്ങ് പോകണം, ചുറ്റിപ്പോകണം. ഓക്കെ, that is the advice given by the grandfather. So that's all. Then regarding this tense, simple present, simple past, confusion is there for many students. So don't worry about this. Go through this grammar portion. If you have any confusion, don't worry. Okay, that's all. Study well. Thank you.